عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أسى. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد. ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله. നല്ലൊരു ചോദ്യം. സ്ത്രീകൾ മദീനയിലുള്ള ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നിസ്കാരം, സിയാറത്ത്, റൗള സന്ദർശനമൊക്കെ എങ്ങനെയാണ് വേണ്ടത്? പലപ്പോഴും നാം മറുപടി പറഞ്ഞതാണെങ്കിലും ഇനിയും പ്രസക്തമായ ചോദ്യമായതുകൊണ്ടും വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തേണ്ട ഒരു മസ്അലയായതുകൊണ്ടും വീണ്ടും പറയാം, ഇനിയും പറയാം. സ്ത്രീകൾ വിശുദ്ധ മദീനയിലാണെങ്കിലും പരിശുദ്ധ മക്ക ഹറമിലാണെങ്കിലും നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും എവിടെയാണെങ്കിലും ഇസ്ലാമിൻ്റെ ചട്ടക്കൂടിൽ ജീവിക്കാൻ കടപ്പെട്ടവളാണ്. പുരുഷന്മാരും അങ്ങനെ തന്നെ. ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത എന്നല്ല, എവിടെയാണെങ്കിലും തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണം. ഇത് മുസ്ലിമിന് ബാധ്യതയാണ്. നിസ്കാരം, ഹജ്ജ്, ഉംറ, സിയാറത്ത് ഇവയിലെല്ലാം പരിശുദ്ധ ഇസ്ലാം സ്ത്രീയോട് എന്ത് കൽപ്പിച്ചോ അത് പാലിക്കുമ്പോഴാണ് അവൾ യഥാർത്ഥ മുസ്ലിമത്താവുന്നത്. ഇത് നമ്മൾ നന്നായി മനസ്സിലാക്കുക. നമ്മുടെ ബുദ്ധിക്കും നമുക്ക് തോന്നിയതും ചെയ്യുമ്പോഴല്ല നാം ഒരു വഴിപ്പെട്ടവളാവുക, അല്ലെങ്കിൽ ഒരു യഥാർത്ഥ വിശ്വാസിനിയാവുക. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും എങ്ങനെ ജീവിക്കാൻ കൽപ്പിച്ചോ അത് പാലിച്ച് ജീവിക്കുമ്പോഴാണ് മുഅ്മിനത്താവുക, വിശ്വാസിനിയാവുക. അതുകൊണ്ടാണ് സ്വഹീഹായ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ സുന്നത്തായ ഹജ്ജിനോ സുന്നത്തായ ഉംറക്കോ മറ്റു സുന്നത്തായ കാര്യങ്ങൾക്കോ ഒന്നിനും മഹറമായ പുരുഷൻ കൂടെയില്ലാതെ പോവാൻ പാടില്ലെന്ന് ഇമാമുകൾ പറഞ്ഞത്. അത് ലംഘിക്കുമ്പോൾ അള്ളാഹുവിന് വഴിപ്പെടുകയല്ല ചെയ്യുന്നത്, മറിച്ച് അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ നന്നായി മനസ്സിലാക്കുക. ഇസ്ലാമിലെ ഏറ്റവും സുപ്രധാനമായ ആരാധനകളിൽപ്പെട്ടതാണ് പരിശുദ്ധ വെള്ളിയാഴ്ചയിലെ ജുമുഅ നിസ്കാരം. അതിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. എല്ലാ സഹോദരിമാരും കേൾക്കുക. അൽ ജുമുഅത്തു ഹഖ്ഖുൻ വാജിബുൻ അലാ കുല്ലി മുസ്ലിമിൻ ഫി ജമാഅ. പള്ളിയിൽ ചെന്ന് ജമാഅത്തായി ജുമുഅ നിസ്കരിക്കുക എന്നത് ഓരോ മുസ്ലിമിൻ്റെയും കടമയാണ്, നിർബന്ധ ബാധ്യതയാണ്. ഇല്ല അർബ, 4 പേർക്കൊഴികെ. 4 പേർക്കത് നിർബന്ധമില്ല. അതാരാണ്? അബദൻ, മംലൂക്ക്, അടിമ, അവിമ്രഅ. പെണ്ണിനും ജുമുഅക്ക് പോകേണ്ടതില്ല. അവളുടെ ബാധ്യതയിൽപ്പെട്ടതല്ല അത്. അതവൾക്ക് കടമയുള്ളതല്ല. ഔ സ്വബിയൻ ഔ മരീദൻ, അതുപോലെ തന്നെ രോഗി, കുട്ടി, ഇവർക്കും എന്തില്ല? ജുമുഅ കടപ്പെട്ടതല്ല. അപ്പോൾ മക്ക ഹറമിലാണെങ്കിലും പരിശുദ്ധ മദീനയിലാണെങ്കിലും സ്ത്രീകൾക്ക് ജുമുഅയോ ജമാഅത്തോ സുന്നത്തേ അല്ല. ഇത് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കുക. അത് സുന്നത്തേ അല്ല. അതിനു വേണ്ടി പള്ളിയിലേക്ക് പോകൽ പുണ്യവുമില്ല പെണ്ണിന്. പിന്നെയോ അവരുടെ താമസ സ്ഥലത്ത് വെച്ച് നിസ്കരിക്കലാണ് സ്ത്രീക്ക് ഉത്തമം. മറ്റൊരു ഹദീസ് നോക്കൂ. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലാ തംനഉ നിസാഅക്കും അൽ മസാജിദ. സ്ത്രീകൾ അവരോട് കൽപ്പിക്കപ്പെട്ട എല്ലാ അദബുകളും പാലിച്ചവൾ പള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ തടയേണ്ടതില്ല. എന്നാൽ ശരിക്കും മനസ്സിലാക്കണം, എന്നാൽ വബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന. ആ പള്ളിയിലേക്കാണ് പോകുന്നതെങ്കിൽ പോലും അതിനേക്കാളും അവർക്കുത്തമം എന്താണ്? അവരുടെ വീടാണ്. ഇത് ഇന്ന് ഇവിടുത്തെ സൗദിയിലെ പണ്ഡിതന്മാർ വരേക്കും പല വീഡിയോയിലൂടെ പറഞ്ഞതാണ്. പെണ്ണിന് പള്ളിയല്ല ഉത്തമം, മറിച്ച് വബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, പെണ്ണിന് അവളുടെ വീടാണ് ഉത്തമം. പരിശുദ്ധ മദീനയിൽ വെച്ച്
അന്ത്യദിനം വരേക്കുമുള്ള തന്നെ വിശ്വസിച്ച മുസ്ലിം സ്ത്രീകളോട് അള്ളാഹുവിൻ്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു വലിയ നിർദ്ദേശമാണ് വബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, പെണ്ണുങ്ങൾക്ക് അവരുടെ വീടാണ് ഉത്തമം. ഈ ഹദീസിനെതിരായി പള്ളിയിൽ പോയി നിസ്കരിക്കലാണ് സ്ത്രീകൾക്ക് ഉത്തമം എന്നറിയിക്കുന്ന ഒരു കഷ്ണം ഹദീസോ വിശുദ്ധ ഖുർആനോ ഉണ്ടെങ്കിലല്ലേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളുടെ ഈ പള്ളിയിൽ പോക്ക് നിങ്ങൾക്ക് ന്യായീകരിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ പള്ളിയിൽ പോകാത്ത പെണ്ണുങ്ങളെ കളിയാക്കുകയും അവരെ പോവാൻ നിർബന്ധിപ്പിക്കുകയും ചെയ്യണമെങ്കിൽ പള്ളിയിൽ പോയി നിസ്കരിക്കലാണ് സ്ത്രീക്ക് പുണ്യമെന്നറിയിക്കുന്ന ഒരു ഹദീസ് വേണ്ടേ? നിങ്ങളത് ഗൗരവത്തോടെ നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കുക. ഒരു ഹദീസ്, ഒരു ആയത്തിൻ്റെ ആശയം വേണ്ടേ? നിങ്ങൾ പള്ളിയിൽ പോയി നിസ്കരിക്കലാണ് പെണ്ണുങ്ങളെ നിങ്ങൾക്ക് ഉത്തമമെന്നറിയിക്കുന്ന അത് കൊണ്ടുവരാനേ ഒരാൾക്കും സാധ്യമല്ല. ഉണ്ടെങ്കിൽ അത് ഇമാമിങ്ങൾ ഉണർത്തേണ്ടിയിരുന്നു. ഇത്തരം ഹദീസുകളെയൊക്കെ പഠനവിധേയമാക്കി യഥാർത്ഥത്തിൽ ദീനുൽ ഇസ്ലാം നമ്മിലേക്ക് എത്തിച്ചു തന്ന പൂർവ്വസൂരികളായ ഇമാമുകളിൽപ്പെട്ട ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത് നോക്കൂ. ഇന്ന ഇത്യാനൽ ജുമുഅത്തി ഫർദുൻ അലൽ റിജാലി ഇല്ലാ മിൻ ഉദ്ർ. ഇസ്ലാമിൽ അനുവദനീയമായ കാരണങ്ങളില്ലെങ്കിൽ ജുമുഅക്ക് പള്ളിയിൽ പോവൽ പുരുഷന് നിർബന്ധ. എന്നിട്ട് പറയാണ് വലം നഅലം മിൻ ഉമ്മഹാത്തിൽ മുഅ്മിനീന ഇംറഅതൻ ഖറജത് ഇലാ ജുമുഅത്തിൻ വലാ ജമാഅത്തിൻ ഫീ മസ്ജിദിൻ. ഇത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി 100 വർഷം കഴിഞ്ഞതിന് ശേഷം ജനിച്ച മഹാനാണ്. അവരാണ് പറയുന്നത് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ഒരൊറ്റ പെണ്ണും, അവരിലും വലിയ ആൾക്കാർ വരാറാ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ഒരു ഉമ്മയും ജുമുഅക്കോ ജമാഅത്തിനോ പള്ളിയിൽ പോയതായി അറിയുക തന്നെ ഇല്ല. അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല. എങ്ങനെ? വഅസ്വാജു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിമക്കാനിഹിന്ന മിൻ റസൂലില്ലാഹി ഔലാ ബി അദാഇൽ ഫർള്. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടപ്പാക്കുന്ന ഒരു നിയമം ഏറ്റവും ഭംഗിയിൽ നടപ്പാക്കാൻ ഒന്നാമതായി ബാധ്യസ്ഥർ ആരാണ്? അവിടുത്തെ ഭാര്യമാരല്ലേ. ആ ഭാര്യമാർ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല? ഒരു ജുമുഅക്കും പള്ളിയിൽ പോയിട്ടില്ല, ഒരു ജമാഅത്തിനും പോയത് നമ്മൾ അറിഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയാണ് വലം നഅലം അഹദൻ ഔജബ അലൻ നിസാഇ ഇത്യാനൽ ജുമുഅത്തി. ആരാണിത് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സ്വഹാബത്തിൻ്റെയും താബിഈങ്ങളുടെയും ജീവിതത്തെ പരിശോധിച്ച് പഠനവിധേയമാക്കിയിട്ട് പറയാണ് ഒരു ആളും, ഒരു സ്വഹാബിയും, ഒരു ഇമാമും പെണ്ണിന് പള്ളിയിൽ പോകൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞത് നമ്മൾ കേട്ടിട്ടേയില്ല. പിന്നെ കുല്ലുൻ റവ അന്നൽ ജുമുഅത അലാ കുല്ലി അഹദിൻ ഇല്ല ഇംറഅ. എല്ലാവരും പറഞ്ഞത് നേരെ തിരിച്ചാണ്. ജുമുഅക്ക് പള്ളിയിൽ പോകൽ പുരുഷന് നിർബന്ധമാണ്, പെണ്ണിന് നിർബന്ധം ഇല്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയാണ് ഫഇദാ സഖത അനിൽ മർഅത്തി ഫർളുൽ ജുമുഅ. ജുമുഅ നിസ്കാരം പെണ്ണിന് ബാധ്യതയില്ലെങ്കിൽ കാന ഫർളു ഗൈരിഹാ മിനസ് സ്വലവാത്തിൽ മക്തൂബാത്തി വന്നാഫിലത്തി ഫിൽ മസാജിദി അൻഹുന്ന അസ്ഖത. എങ്കിൽ മറ്റ് നിസ്കാരങ്ങളാവട്ടെ, മറ്റ് സുന്നത്തായ സിയാറത്തുകളാവട്ടെ, ഇതിനൊക്കെ പള്ളിയിൽ സുന്നത്ത് നിസ്കാരങ്ങളാവട്ടെ, തറാവി ആവട്ടെ, അതുപോലുള്ള സുന്നത്ത് നിസ്കാരങ്ങളാവട്ടെ, ഇതിനൊക്കെ പെണ്ണിന് പള്ളിയിൽ പോകുക എന്നത് തീരെ ബാധ്യതയില്ല എന്ന് വരും. ജുമാക്കന്നല്ലെങ്കിൽ മറ്റൊരു ഏതായാലും ഇല്ല. ജുമാ അത്രയും പ്രധാനപ്പെട്ടതല്ലേ. എന്നാൽ സ്ത്രീക്ക് ഫർളായ ഹജ്ജ്, ഫർളായ ഉംറ അനിവാര്യമെങ്കിൽ ചികിത്സിക്കാം. വേറൊരാൾ കൂടെ പോവാൻ പുരുഷനില്ല, മഹറമായ ഭർത്താവില്ല, അല്ലെങ്കിൽ ജീവിക്കാൻ വേറെ മാർഗമില്ല, അങ്ങനത്തെ ഒരു പെണ്ണിന് ജോലിക്ക് പോകൽ ഇതൊക്കെ അനുവദനീയമാണ്. അതൊന്നും നമ്മൾ തടയുന്നില്ല. ഫർളായ യാത്രകൾക്കൊന്നും തടസ്സമില്ല. അതുപോലെ മഹറമുണ്ടെങ്കിൽ, മഹറമുണ്ട്, ഭർത്താവുണ്ട് കൂടെ, അല്ലെങ്കിൽ സഹോദരന്മാരുണ്ട്, വാപ്പയുണ്ട് കൂടെ എങ്കിൽ സുന്നത്തായ ഹജ്ജിനവൾക്ക് പോവാം, സുന്നത്തായ ഉംറക്ക് പോവാം, സുന്നത്തായ മദീന സിയാറത്ത് പോലുള്ളവക്കും കല്യാണങ്ങൾ പോലുള്ളവക്കും ഒക്കെ അവൾക്ക് പോവാം. മഹറം ഇല്ലെങ്കിലോ? ഇത്തരം യാത്രകൾക്ക് മഹറമില്ലെങ്കിൽ സ്വന്തം പ്രദേശം വിട്ട് അത്തരം യാത്രകളൊക്കെ ഹറാമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുക. അത് മദീനത്തേക്കാണെങ്കിലും ഹറാമാണ്, എവിടേക്കാണെങ്കിലും ഹറാമാണ്.
പിന്നെ മഹറമോട് കൂടെ മദീനത്ത് എത്തിയ ഒരു സ്ത്രീ, അല്ലെങ്കിൽ മഹറമോട് കൂടെ പരിശുദ്ധ മസ്ജിദുൽ ഹറാമിൻ്റെ ഹറമിൽ എത്തിയ, മക്കയിൽ എത്തിയ ഒരു പെണ്ണ്, അവൾക്ക് എന്ത് ചെയ്യാം? തവാഫിന് വേണ്ടി പോവാം, അവൾക്ക് സിയാറത്തിന് വേണ്ടി പോകാം, നിസ്കാരങ്ങൾക്കല്ല, ഇതിനൊക്കെ വേണ്ടി നമുക്ക് പോവാം. നിസ്കാരങ്ങളല്ലാത്ത ഇത്തരം അത് അവിടെ വെച്ചേ നടക്കുള്ളൂ. തവാഫും ഹറമിൽ വെച്ചല്ലേ നടക്കൂ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സലാം പറയുക എന്നത് മസ്ജിദുൻ നബിയിൽ വെച്ചേ നടക്കുകയുള്ളൂ. അപ്പം അതിനു വേണ്ടി അവർക്ക് അവിടെ എത്തിപ്പെട്ട പെണ്ണിന് പോകാം. സ്ത്രീക്ക് ഒറ്റയ്ക്കും പോവൽ അനുവദനീയമായ ഫർദായ ഹജ്ജിനും ഫർദായ ഉംറക്കും അനിവാര്യമെങ്കിൽ ജോലിക്കും ചികിത്സക്കുമൊക്കെ പോകുമ്പോൾ സ്ത്രീ പാലിക്കേണ്ട ഇസ്ലാമിക ചിട്ടകൾ എന്തൊക്കെയാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അതുപോലെ മഹ്റമിനോടുകൂടെ തന്നെ, ഭർത്താവിനോട് കൂടെ ആവട്ടെ അല്ലെങ്കിൽ ഉപ്പാൻ്റെ കൂടെ ആവട്ടെ, സുന്നത്തായ ഹജ്ജിനും സുന്നത്തായ ഉംറക്കും സിയാറത്തുകൾക്കുമൊക്കെ പോകുമ്പോൾ ഒരു സ്ത്രീ പാലിക്കേണ്ട നിബന്ധനകൾ എന്തൊക്കെയാണ്? 6ഓളം നിബന്ധനകൾ മഹാന്മാരായ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും അവരെ വക പറഞ്ഞതല്ല. ഫൈദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്, ഖുർആനാണ് ഈ പറഞ്ഞത്. ഇതിൻ്റെ വെളിച്ചത്തിലാണ് പറഞ്ഞത്. നിങ്ങൾ പെണ്ണുങ്ങളോട്, അന്യ സ്ത്രീകളോട് വല്ലതും ചോദിക്കുകയാണെങ്കിൽ മറക്കപ്പുറത്ത് വെച്ച് ചോദിക്കാവൂ. നേരിട്ട് കാണാനോ അല്ലെങ്കിൽ തൊടാനോ ഒന്നും പാടില്ല. മറിച്ച് മറയുടെ അപ്പുറത്ത്. ഇത്തരം പരിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്തുകൾ വെച്ചുകൊണ്ടാണ് ഇമാമിങ്ങൾ ഈ നിബന്ധന പറഞ്ഞ 6 നിബന്ധന. ഒന്നെന്താ? അല്ലാ തകൂന മുതസയ്യിന, അവള് അണിഞ്ഞൊരുങ്ങി പോവാൻ പാടില്ല, ഭംഗിയുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞു പോകാൻ പാടില്ല. ഇന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കുക എൻ്റെ സഹോദരിമാർ, നിങ്ങളുടെയൊക്കെ വേഷവിധാനങ്ങൾ എന്താ? ഞാൻ പറയേണ്ടതില്ലല്ലോ. ഒന്നാമത്തെ നിബന്ധന ഏതാണ്? സുന്നത്തായതാവട്ടെ ഫർളായതാവട്ടെ ഏത് കാര്യങ്ങൾക്ക് പോവുകയാണെങ്കിലും അവൾ എന്ത് വേണം? അല്ലാ തകൂന മുതസയ്യിന, കൊടുത്തൊരുങ്ങി പോവാൻ പാടില്ല. ഇത് പോകുന്നതിന് മുമ്പ് അത്തറ് പൂശണം, അതുപോലെ പിന്നെ എന്ത് വേണം? ലിപ്സ്റ്റിക് പുരട്ടണം. എന്തെല്ലാം കാര്യങ്ങളാണ് പെണ്ണുങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ഒന്നാണെങ്കിൽ പോവാൻ പറ്റൂല. വലാ മുത്തത്തയ്യിബത്തൻ, രണ്ടാമത്തത് സുഗന്ധം പൂശാൻ പാടില്ല. മൂന്നാമത്തത് വലാ ഷാബ, കേൾക്കണം നിങ്ങൾ, യുവതിയാവാൻ പാടില്ല. ഇത് ഇമാമിങ്ങൾ പഠിപ്പിച്ച എൻ്റെ വക പറയല്ല. വലാ മുഖ്തലിത്തം ബിർരിജാൽ, പുരുഷന്മാരോട് ഇടകലർന്നുമാവാൻ പാടില്ല. ഇന്ന് പുരുഷന്മാരെ തൊട്ടുരുമിയല്ലാതെ മസ്ജിദുൻ നബവിയിലേക്കോ മസ്ജിദുൽ ഹറാമിലേക്കോ പോകാൻ കഴിയുമോ? ഇടകലർന്നല്ലാതെ. എന്താ? ഇതൊക്കെ ഇമാമിങ്ങൾ വെച്ച നിബന്ധനയാണ്. അഞ്ചാമത്തത് വലാ തകൂന നാദുറത്തൻ വലാ മൻദൂറ, ആ പെണ്ണ് മറ്റൊരു പുരുഷനെ നോക്കാൻ പാടില്ല, ഈ പെണ്ണിനെ മറ്റൊരു പുരുഷൻ നോക്കുന്ന അവസ്ഥയും ഉണ്ടാവാൻ പാടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനിട വരരുത്, അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവരുത്. അതൊക്കെ നിങ്ങൾ ആലോചിക്കുക. പോകുന്ന പെണ്ണുങ്ങൾ, പോവാതെ റൂമിലിരിക്കുന്ന പെണ്ണുങ്ങളെ പിടിച്ചു കൊണ്ടുപോകുന്ന സഹോദരിമാരെ നിങ്ങൾ കുറ്റക്കാരാവാണ് ചെയ്യുക. നിങ്ങൾക്ക് പുണ്യമല്ല കിട്ടുക, കുറ്റക്കാരാണാവുക. ആറാമത്തെ നിബന്ധന വലാ മായിലത്തൻ വലാ മുമീല, അവള് പുരുഷന്മാരിലേക്ക് ആകർഷിക്കാൻ പാടില്ല. വലാ മുമീലത്തൻ, അവളിലേക്ക് ആകർഷിപ്പിക്കുന്ന അവസ്ഥയും ഉണ്ടാവാൻ പാടില്ല. ഇതൊന്നുമില്ലെങ്കിലാണ് പെണ്ണിന് ഈ നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് പോവാൻ പറ്റുക. മാത്രമല്ല, ഈ സഹോദരൻ ചോദിച്ച ഇതേ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബിയത്തായ ഉമ്മു ഹുമൈദ് റളിയല്ലാഹു തആല അന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ നബിയെ, യാ റസൂലല്ലാഹ് ഇന്നി ഉഹിബ്ബു സ്വലാത്ത മഅക. ഇത് മസ്ജിദുൻ നബവിയിലെ കഥയാണ് പറയുന്നത്, വേറെ എവിടത്തെയുമല്ല. അവിടുത്തെ ഇമാമാരാ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മഅ്മൂമീങ്ങളാരാ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു പോലുള്ള തഖ്വയിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തെത്തിയ സ്വഹാബത്താണുള്ളത്. അപ്പള്ളിയിൽ ഞാൻ വന്ന് നിസ്കരിക്കട്ടെ അങ്ങയോടുകൂടെ? അതാ ചോദ്യം. ഇന്നി ഉഹിബ്ബു സ്വലാത്ത മഅക. എന്താ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു? ഖദ് അലിംതു ഇന്നകി തുഹിബ്ബീന ഖദ് അലിംതു അന്നകി തുഹിബ്ബീന സ്വലാത്ത മഈ. പെണ്ണെ, എനിക്കറിയാം നിനക്ക് എൻ്റെ കൂടെ നിസ്കരിക്കാൻ വല്ലാത്ത ആശയമുണ്ടെന്നറിയാം. പക്ഷേ വസ്വലാത്തുകി ഫീ ബൈതികി, കേൾക്കണം, 1400 വർഷങ്ങൾക്കും അല്ലാഹുവിൻ്റെ റസൂൽ കൊടുത്ത മറുപടിയാണ്. വസ്വലാത്തുകി ഫീ ബൈതികി ഖൈറുൽ ലകി മിൻ സ്വലാത്തികി ഫീ ഹുജ്റതികി. നിൻ്റെ വീട്ടിൻ്റെ ഉള്ളിലെ ആ രഹസ്യമുറിയുണ്ടല്ലോ, അവിടെ വെച്ച് നിസ്കരിക്കലാണ് നിൻ്റെ പരസ്യമായി മറ്റുള്ളവർക്ക് കാണാനിടയുള്ള റൂമിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാളും ഉത്തമം. പിന്നെ ഇങ്ങനെ കുറേ നിസ്കരിക്കേണ്ടുന്ന പിന്നെ എന്താ പറയുക, പദവികളൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഓർഡറുകളൊക്കെ പറഞ്ഞിട്ട് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്താ പറയുന്നത്?
സ്വലാത്തുക്കി ഫീ മസ്ജിദി കൗമിക്ക് ഖൈറുൽ ലക്കി മിൻ സ്വലാത്തിക്കി ഫീ മസ്ജിദി. അവിടെ ഒന്നും നിനക്ക് കഴിയൂല. നിന്റെ കുടുംബത്തിനായിട്ട് മാത്രം ഉണ്ടാക്കിയൊരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ നിന്റെ ഒപ്പയും അതുപോലെ ആങ്ങളാരൊക്കെ അവിടെ നിസ്കരിക്കുന്നത്, എളാപ്പാരാണ് അവിടെ നിസ്കരിക്കുന്നത്, മൂത്താപ്പന്മാരാണ് നിസ്കരിക്കുക. എന്നാൽ പോലും ആ പള്ളിയിൽ നിസ്കരിക്കാൻ നിനക്ക് എൻ്റെ ഈ പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമം. നോക്കണം നിങ്ങൾ. ഇത്രമാത്രം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ നിയമം എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയാലും പോരാ, മറ്റുള്ളവരെ പിടിച്ചു വലിച്ച് കൊണ്ടുപോവുക എന്ന് പറയുന്നത് എത്ര വലിയ കുറ്റമാണ്. എന്നിട്ടോ ആ പെണ്ണെന്താ ചെയ്തത്? ഇത് എല്ലാവർക്കും മാതൃകയാണ്. മസ്ജിദുൻ. അങ്ങനെ അവള് മഹദി എന്ത് ചെയ്തു? പള്ളി ഉണ്ടാക്കാൻ പറഞ്ഞു. പള്ളി ഉണ്ടാക്കാൻ അതിന് പറ്റിയൊരു സ്ഥലം വഖഫ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ മഹദി തൻ്റെ വീട്ടിലൊരു സ്ഥലം പള്ളിയാക്കി മാറ്റുകയും അദ്ലമഹു, അവിടെ ലൈറ്റോ വിളക്കോ ഒന്നുമില്ലാതെ ഇരുൾ മുറിയാക്കി. എന്നിട്ട് ഫഖാനത്ത് തുസല്ലി ഫീഹി ഹത്താ ലഖിയത്തില്ലാഹ അസ്സ വജല്ല. ഇത് ഈ സ്വഹാബിയത്തായ വനിത അങ്ങനെ മരണം വരിക്കുവോളം ആ ഉമ്മ അല്ലെങ്കിൽ ആ സ്വഹാബിയത്തായ പെണ്ണ് തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഇരുൾ മുറ്റിയ മുറിയെ പള്ളിയാക്കി ആ പള്ളിയിൽ വെച്ചായിരുന്നു നിസ്കരിച്ചത്. നിങ്ങൾക്കും പറ്റും. എന്തെല്ലാം വീടുകൾ ഉണ്ടാക്കുന്നുണ്ട്, എന്തെല്ലാം സൗകര്യങ്ങൾ നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്നുണ്ട്. ഒരു കൊച്ചു റൂം പള്ളിയാക്കി വഖഫ് ചെയ്തോളൂ. പള്ളിയിൽ നിസ്കരിക്കാൻ വല്ലാത്ത പൂതിയാണെങ്കിൽ എന്നിട്ട് അവിടെ നിസ്കരിച്ചോളൂ. അപ്പം ചുരുക്കി പറഞ്ഞാൽ മറ്റൊരു ഹദീസിൽ കാണാം, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നതായിട്ട്, അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല ഖൈറു മസാജിദിൻ നിസാ. പെണ്ണുങ്ങളെ പള്ളികളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ പള്ളി ഏതാ? കഅറു ബുയൂത്തിഹിന്ന, അവളുടെ വീടുകളുടെ ഉള്ളറയാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട, പുരുഷന്മാരായ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? തൻ്റെ ഭാര്യ പരപുരുഷന്മാരുമായി ഇടകലർന്നും ഇസ്ലാമിക നിബന്ധനകൾ പാലിക്കാതെയും പള്ളിയിൽ പോകുന്നത് അറിഞ്ഞ ഭർത്താവ് അല്ലെങ്കിൽ ഉപ്പ മൗനിയാവുകയോ അതിന് സമ്മതം മൂളുകയോ ചെയ്താൽ ആ ഭർത്താവും ഉപ്പയും ആ രക്ഷാകർത്താവും കുറ്റക്കാരനാവും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പലപ്പോഴും ഇതിനൊക്കെ മൗനിയാവലാണ്. അതൊക്കെ നിർത്തേണ്ടതാണ്. നമ്മുടെ പ്രദേശം വിട്ടുള്ള ക്ലാസ്സിന് പോവുക, അല്ലേ, നമ്മുടെ മഹല്ല് വിട്ടിട്ടുള്ള ക്ലാസ്സിന് പോവുക അന്യപുരുഷന്മാരോട് കൂടെയും അല്ലെങ്കിൽ മഹ്റമില്ലാതെയൊക്കെ. ചുരുക്കത്തിൽ നമുക്ക് എന്ത് മനസ്സിലായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയനുസരിച്ചും പരിശുദ്ധ ഇസ്ലാമിനെ സൂക്ഷ്മമായി നമുക്ക് കൈമാറിത്തന്ന ഇമാം ഷാഫി റളിയല്ലാഹുവിനെ പോലുള്ള മഹാന്മാർ പറഞ്ഞതനുസരിച്ചും ജുമുഅ നിസ്കാരത്തിനാവട്ടെ, ജമാഅത്തുകൾക്കാവട്ടെ, 40 വക്ത് നിസ്കരിക്കാനാവട്ടെ, ഇവയിലൊന്നും സ്ത്രീകൾക്ക് പള്ളിയിൽ പോവൽ പുണ്യമില്ല എന്ന് ബോധ്യപ്പെട്ടു. അതൊക്കെ ആരോട് പറഞ്ഞതാ? ജുമഅക്ക് നിങ്ങൾ പള്ളിയിൽ പോവണം, ജമാഅത്തിന് നിങ്ങൾ പള്ളിയിൽ പോവണം, പള്ളിയിൽ ചെന്ന് 40 വക്ത് നിസ്കരിക്കണം എന്നൊക്കെ ആരോടാ പറഞ്ഞത്? പുരുഷന്മാരോടാ പറഞ്ഞത്. അന്നല്ലാതെ ആരോടല്ല? പെണ്ണുങ്ങളോടല്ല. പെണ്ണുങ്ങൾ അതൊന്നും പോകുന്നതിൽ ഒരു പുണ്യവുമില്ല. അവൾക്ക് വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് പുണ്യമെന്ന് നമ്മൾ മനസ്സിലാക്കി. അവൾക്ക് ആ പുണ്യങ്ങളൊക്കെ വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ കിട്ടും. അത് അള്ളാഹിൻ്റെ റസൂൽ തന്ന ഓഫറല്ല. ഉപയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന. പിന്നെ നമ്മൾ എന്തിനാ അതിന് പേടിക്കേണ്ടെന്ന ആവശ്യം? നമ്മെക്കാളും തഖ്വയും അല്ലെങ്കിൽ നമ്മെക്കാളും തഖ്വയിലും ഫർളായ കാര്യങ്ങൾ സൂക്ഷ്മതയോടെ ജീവിതത്തിൽ നടപ്പാക്കുകയും ചെയ്ത തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോ പെൺകുട്ടികളോ സ്വഹാബി വനിതകളോ അത്തരം ഒരു പള്ളിയിൽ പോക്ക് കാണിച്ചു തന്നിട്ടില്ലെന്നും മനസ്സിലായി. ഈ 40 വക്ത് പള്ളിയിൽ വെച്ച് നിസ്കരിക്കണമെന്ന് പുണ്യം നിബിധങ്ങളല്ലേ പറഞ്ഞത്? അത് കേട്ടവർ ആദ്യമായിട്ട് സ്വഹാബാക്കളല്ലേ? അവരിൽ ഈ പറയപ്പെട്ട പെണ്ണുങ്ങളൊക്കെ ഇല്ലേ? അവരാരെങ്കിലും പള്ളിയിൽ പോയി 40 വക്ത് നിസ്കരിച്ച് ഒരു ചരിത്രമേ ഇല്ല എന്നാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നത്. അതൊരു സംഭവം തന്നെ ഇല്ല എന്ന്. അതുകൊണ്ട് എൻ്റെ സഹോദരിമാർ ഇത്തരം വിഷയങ്ങളിലൊക്കെ സൂക്ഷ്മത പുലർത്തുക. നിങ്ങൾ അനുവദനീയമായ രീതിയിൽ അത്യാവശ്യമുള്ള സമയത്ത് സിയാറത്തിന് പോവുക. അത് കഴിഞ്ഞാൽ തിരിച്ച് നിങ്ങൾ റൂമിലേക്ക് പോവുക. എന്നിട്ട് റൂമിൽ ഖുർആൻ ഓതിയും ദിക്ർ ചൊല്ലിയും സ്വലാത്ത് ചൊല്ലിയും കഴിച്ചു കൂട്ടുക. പരിശുദ്ധ മക്കയിൽ അതുപോലെ നിങ്ങൾ റൂമുകളിൽ വെച്ച് നിസ്കരിക്കുകയും അവിടെ ഖുർആൻ ഓതുകയും ദിക്ർ ചൊല്ലുകയും ഒക്കെ ചെയ്യുക. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ